എത്ര സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടും മുഖത്തെ ചുളിവുകളും പ്രായത്തിൻ്റെ ലക്ഷണങ്ങളും കുറയുന്നില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്തതല്ല, നിങ്ങളുടെ ഏജിങ് സ്കിന്നിന് ശരിക്കും ആവശ്യമായ പ്രോഡക്ട്സ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതാണ്. മുഖം ചെറുപ്പമായി ഹെൽത്തിയായി റിങ്കിൾസ് കുറച്ച് കാണണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പോരാ, ഏജിങ് സ്കിന്നിന് ആവശ്യമായ ശരിയായ സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പ്രായമുഖത്ത് പെട്ടെന്ന് കാണിക്കാതിരിക്കാൻ സഹായിക്കുന്ന ചില സ്കിൻ കെയർ പ്രോഡക്ട്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴും പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ടീനേജ് സ്കിന്നിന് വേണ്ട പ്രോഡക്ട്സ് തന്നെയാണ് 40 കഴിഞ്ഞിട്ടും ഉപയോഗിക്കുന്നത് എന്നതാണ്. കുറഞ്ഞ പ്രായത്തിൽ സ്കിൻ നാച്ചുറലി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, കൊളാജിൻ ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് സിമ്പിൾ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചാലും സ്കിൻ ഹെൽത്തി ആയി തോന്നും. പക്ഷേ ഏജ് കൂടുമ്പോൾ സ്കിൻ ഡ്രൈ ആകാൻ തുടങ്ങും, കൊളാജിൻ കുറയും, സെൽ റിന്യൂവൽ സ്ലോ ആകും. അപ്പോൾ സ്കിന്നിന് കൂടുതൽ ഹൈഡ്രേഷൻ, ബാരിയർ റിപ്പയർ, ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് എന്നിവ ആവശ്യമായിട്ട് വരും. ഇത് മനസ്സിലാക്കാതെ യങ് സ്കിന്നിന് വേണ്ട ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചാൽ സ്കിന്നിന് ആവശ്യമായ നറിഷ്മെൻറ്റ് കിട്ടാതെ റിങ്കിൾസ്, ഡൾനെസ്, സാഗിങ് എന്നിവ മുഖത്ത് വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്കിൻ ടൈപ്പ് മാത്രം നോക്കിയാൽ പോരാ, സ്കിന്നിൻ്റെ ഏജും നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഏജിങ് സ്കിന്നിന് രാത്രി സമയത്ത് എന്തൊക്കെയാണ് ശരിക്കും ആവശ്യമായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ സ്കിൻ ഏറ്റവും കൂടുതൽ റിപ്പയർ ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. പകൽ മുഴുവൻ സൺലൈറ്റ്, പൊല്യൂഷൻ, സ്ട്രെസ് എന്നിവ കൊണ്ട് ടയേർഡായ സ്കിന്ന് രാത്രി സമയത്താണ് തന്നെത്താൻ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻറ്റി ഏജിങ് സ്കിൻ കെയറിംഗ് നൈറ്റ് റുട്ടീനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യം ചെയ്യേണ്ടത് മുഖം നമ്മൾ നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. മേക്കപ്പ് ഉണ്ടെങ്കിൽ അതും സൺസ്ക്രീനും ഡേർട്ടും എല്ലാം സ്കിന്നിൽ കിടന്നാൽ എത്ര കോസ്റ്റ്ലി പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും ശരിയായ റിസൾട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഹാർഷായ ഫേസ് വാഷ് അല്ല, മറിച്ച് സ്കിൻ ഡ്രൈ ആകാത്ത ഒരു ജെന്റിലായിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലതുപോലെ മുഖം വാഷ് ചെയ്യുക. പലരും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി സമയത്ത് മുഖം കഴുകാതെ ഏതെങ്കിലും ഒരു ക്രീം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മുഖം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം രാത്രി എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട്. ഒരിക്കലും നിങ്ങൾ മുഖം കഴുകാതെ കിടന്നുറങ്ങരുത്. ഇനി അഥവാ മുഖത്ത് ഒന്നും ഇടാത്ത ഒരു ശീലമുള്ളവരാണെങ്കിൽ കൂടി മുഖം ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പകൽ സമയത്ത് ഒരുപാട് അഴുക്ക് നമ്മുടെ മുഖത്ത് അടിഞ്ഞു കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് മുഖം കഴുകുക എന്നുള്ളത് സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷം ഏജിങ് സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതേതാണ്? ഹൈലറോണിക് ആസിഡ് സിറം. ഹൈലറോണിക് ആസിഡ് എന്ന ഇൻഗ്രീഡിയൻറ്റ് സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് കൂടുമ്പോൾ സ്കിന്നിൽ ഡ്രൈനെസ് കൂടും. അപ്പോൾ മുഖം ഡള്ളാകുകയും ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡ് സ്കിന്നിലേക്ക് മോയ്സ്ചർ അട്രാക്റ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സ്കിൻ കൂടുതൽ പ്ലംബും ഹെൽത്തിയുമായി തോന്നും. ഫൈൻ ലൈൻസ് കുറച്ച് സോഫ്റ്റായി കാണാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് സിറം എന്ന് പറയുന്നത് ഒരു മെച്യൂർ സ്കിന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യരുത്. പ്രായം മുൻപോട്ട് പോകുമ്പോൾ കൂടുതലും മുഖത്തെ ഒരു ഡ്രൈനെസ് കൊണ്ടാണ് മുഖം ചുളിയുന്നതും വരകൾ വീഴുന്നതും. അപ്പോൾ ആ മുഖത്ത് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നമ്മൾ കൂടുതൽ നനവാണ് കൊടുക്കേണ്ടത്. ഒരു ഹൈഡ്രേഷനാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈഡ്രേഷൻ നൽകുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഹൈലറോണിക് ആസിഡ് സിറം ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ ഹൈലറോണിക് ആസിഡ് സിറമുണ്ട്. അതിൽ നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്താലും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ബ്രാൻഡുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഹൈലറോണിക് ആസിഡ് സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുഖം കഴുകിയതിന് ശേഷമാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറു നനവോട് കൂടി തന്നെ വേണം നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 3-4 ഡ്രോപ്സ് എടുത്താൽ മതിയാകും. അത് മുഖത്ത് വളരെ ജെന്റിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് അത് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്.
അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാവുന്ന മറ്റൊരു അമേസിംഗ് പ്രോഡക്റ്റാണ് എസൻസ്. പലർക്കും ഇതിൻ്റെ ഒരു ഗുണം എത്രത്തോളമാണെന്ന് അറിയില്ല. ഏജിങ് സ്കിന്നിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. എസൻസ് എന്ന് പറയുമ്പോൾ സ്കിന്നിന് ഹൈഡ്രേഷൻ നൽകുകയും നെക്സ്റ്റ് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് സ്കിന്നിൽ ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. എസ്പെഷ്യലി 40 കഴിഞ്ഞ സ്കിന്നിന് എസൻസ് ഉപയോഗിക്കുന്നത് സ്കിൻ കൂടുതൽ ഫ്രഷും സോഫ്റ്റുമാക്കാൻ സഹായിക്കുന്നതാണ്. ഡ്രൈനെസ് കുറയ്ക്കാനും ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് വരുന്നു. അതിനുശേഷം നിങ്ങൾ ഹൈലറോണിക് ആസിഡ് സിറം ആ ഒരു മുഖത്തെ നനവോടുകൂടി തന്നെ അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എസൻസ് കൂടി മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നല്ലതുപോലെ ഹൈഡ്രേഷൻ തരുന്ന പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഇത് രണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈനെസ് കുറയ്ക്കാനും ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനും ഈ 2 പ്രോഡക്ട്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ഏറ്റവും പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്നാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. ആൻറ്റി ഏജിങ്ങിന് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. കാരണം റെറ്റിനോൾ സ്കിൻ സെൽസ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതായത് പഴയ ഡൾ സ്കിൻ സെൽസ് റിമൂവായി പുതിയ ഹെൽത്തി സെൽസ് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അൺഈവൺ ടെക്സ്ചർ എന്നിവ ഗ്രാജ്വലി ഇംപ്രൂവ് ചെയ്യാൻ റെറ്റിനോൾ സഹായിക്കും. കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഡെയിലി തുടക്കത്തിൽ ഉപയോഗിക്കരുത്. ഇത് ആഴ്ചയിൽ 3 തവണ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ലോ പെർസെൻറ്റേജിൽ നിന്ന് വേണം ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ഉപയോഗിക്കുക. ഒരു ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏജ് കൂടുമ്പോൾ സ്കിൻ ബാരിയർ വീക്കാകാൻ തുടങ്ങും. മോയ്സ്ചറൈസർ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും മോയ്സ്ചർ സീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി സെറാമൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഗ്ലിസറിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മോയ്സ്ചറൈസർ ഏജിങ് സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളുടേതൊരു മെച്യൂർ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു മോയ്സ്ചറൈസർ, ഒരു ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മുഖത്തെ പ്രായത്തിൻ്റെ അടയാളങ്ങളെയൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ റെറ്റിനോൾ ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കൂടി മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് അതികൂടുതലായിട്ട് ഒന്നും വേണ്ട. അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി റെറ്റിനോൾ സിറം യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ എന്തുപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് നമ്മൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റമിൻ സി ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സൺ ഡാമേജ് മൂലം സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ് കുറയ്ക്കാനും സ്കിൻ ടോൺ ബ്രൈറ്റൻ ആകാനും ഇത് സഹായിക്കുന്നതാണ്. കൂടാതെ കൊളാജിൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാനും വൈറ്റമിൻ സി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്കിൻ കൂടുതൽ ഹെൽത്തിയായും ഗ്ലോ ഉള്ളതുപോലെ തോന്നും. പിന്നെ ഒരു കാര്യം, ഒരേ സമയം നിങ്ങൾ ഈ വൈറ്റമിൻ സി സിറവും റെറ്റിനോൾ സിറവും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യത്തെ ഒരു 3 ദിവസം റെറ്റിനോൾ സിറവും ബാക്കി 4 ദിവസവും നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറവും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഏജിങ് സ്കിന്നിന് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾ ഉപയോഗിച്ചാലും ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ കംപ്ലീറ്റ് ആകില്ല. അതെ, സൺസ്ക്രീൻ. പകൽ സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. കാരണം സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് വെള്ളം നിറയ്ക്കുന്ന ഒരു ബക്കറ്റിന് താഴെ നിങ്ങളൊരു ഹോൾ ഇട്ടതുപോലെയാണ്. UV റേസ് ആണ് മുഖത്ത് റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, സാഗിങ് എന്നിവ വേഗത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏജിങ് സ്കിന്നിന് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി അല്ല പ്രധാനപ്പെട്ടത്, ക്വാളിറ്റിയാണ്. ആവശ്യമില്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് മുഖത്ത് ലെയർ ചെയ്തതുകൊണ്ട് സ്കിൻ ചെറുപ്പമാവുകയില്ല. പക്ഷേ സ്കിന്നിന് ശരിക്കും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മുഖം കൂടുതൽ ഹെൽത്തിയായും സ്മൂത്തായും യൂത്ത്ഫുള്ളായിട്ടും നിലനിർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ പകൽ സമയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നല്ലതുപോലെ ജെന്റിലായിട്ട് മുഖം വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്ത് ആ ഒരു നനവോടുകൂടി തന്നെ ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം
നിങ്ങൾക്ക് എസൻസും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഹൈലറോണിക് ആസിഡ് സീറവും എസൻസും ഒക്കെ 2 സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യുക. ഇത്രയും പകൽ സമയങ്ങളിൽ ചെയ്താൽ മതിയാവും. പക്ഷേ ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ടും പകൽ സമയത്ത് ചെയ്തിരിക്കണം. രാത്രിയിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. മെച്യൂർ സ്കിൻ നിർബന്ധമായിട്ടും ഹൈലറോണിക് ആസിഡ് സീറവും അതേപോലെ തന്നെ നല്ലൊരു എസൻസും യൂസ് ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മുഖം വളരെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു തൂങ്ങുകയും വളരെയധികം ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഡ്രൈനെസ് നമുക്ക് ഒഴിവാക്കി നമ്മുടെ മുഖത്ത് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയൊക്കെ യൂസ് ചെയ്യുന്നത്. ഏജ് കൂടുമ്പോൾ സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൈഡ്രേഷനും അതേപോലെ തന്നെ കൊളാജിൻ സപ്പോർട്ടും ബാരിയർ റിപ്പയറും എന്നിവയൊക്കെയാണ്. അതിനാലാണ് ഹൈലറോണിക് ആസിഡ് സിറവും എസൻസും റെറ്റിനോളും വൈറ്റമിൻ സി സിറവും ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസറും പോലുള്ള പ്രോഡക്ട്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇവ സ്കിന്നിനെ വെറും പുറത്തുനിന്ന് ഗ്ലോ ആക്കുന്നത് മാത്രമല്ല, ഡ്രൈനെസ് കുറയ്ക്കാനും സ്കിൻ സോഫ്റ്റ് ആക്കാനും ഫൈൻ ലൈൻസ് കുറച്ച് കാണിക്കാനും മുഖത്തിന് ഒരു ഹെൽത്തിയർ ലുക്ക് നൽകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു 10 പ്രോഡക്ട്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതല്ല. നിങ്ങളുടെ ഏജിങ് സ്കിന്നിന് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കി നിങ്ങൾ കെയർ ചെയ്യുവാൻ തുടങ്ങിയാൽ ഒരു പ്രായം കഴിഞ്ഞാലും മുഖം ടയേർഡായിട്ടല്ല, ഹെൽത്തിയായും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.